എന്താ ഭംഗിയില്ലേ പൂക്കൾക്ക് അല്ലേ? എന്തൊരു ഭംഗിയുണ്ട്. പടച്ചോൻ്റെ അനുഗ്രഹമില്ലാതെ പിന്നെ എന്ത്. ഓരോ ചെടിയിലും വ്യത്യസ്ത പൂക്കൾ. ഇത് നമ്മളെ കടലാസ് പൂക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കടലാസ് പൂക്കൾ എന്ന് പോലെ ഒരു ഇലണ്ടല്ലേ, അതാണിത്. എന്ത് രസമാണ്. എൻ്റെ മോനെ പൊളിച്ച്. അതിൻ്റെ ഉള്ളിലുള്ളൊരു മുട്ടാണ് ആ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ഈ പുറമെ കാണുന്ന പൂവിൻ്റെ ഉള്ളിൽ ചെറിയൊരു മുട്ടുപൂവുണ്ട്. അതാണ് ആ വെളുപ്പമായില്ലേ. എത്ര ഭംഗിയുണ്ട് നോക്കിയാൽ. ഓരോ ചെടിയിലും വ്യത്യസ്ത നിറത്തിലും രൂപത്തിലും ഒക്കെയുള്ള പൂക്കൾ. മറ്റൊരു പൂവാണ് അതുപോലെ ഒരു ചെടി, വേറൊരു കളർ പൂവ്, വേറെ കുറച്ച് പൂക്കളാണ്. ഓരോ മരത്തിൽ വ്യത്യസ്ത നിറത്തിലും രൂപത്തിലുമുള്ള പൂക്കളാണ്. അതേപോലെ തന്നെ മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. എല്ലാം ഒരുപോലെയല്ല. അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ഈ പൂക്കൾക്ക് എന്തു ഭംഗിയുണ്ട് എന്നതുപോലെ തന്നെ ഭംഗിയില്ലാത്ത ഒന്നിനെയും പടച്ചോൻ, ദൈവം, ഈശ്വരൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. മനസ്സിലായേ? അതുപോലെ കുറവുകളില്ലാത്തതും ഈ ഭൂമിയിലില്ല. ഓരോ വസ്തുവിനും, എല്ലാ ജീവജാലങ്ങൾക്കും പടച്ച തമ്പുരാൻ കുറവുകൾ നൽകിയിട്ടുണ്ട്. അത് സസ്യങ്ങൾക്കായാലും പക്ഷി, മൃഗം, അങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും കുറവുകളുമുണ്ട്. എന്നാലോ എല്ലാത്തിനും സൗന്ദര്യവുമുണ്ട്. എല്ലാം തികഞ്ഞവരായി ഈ ഭൂമിയിൽ ആരുമില്ല.